ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമുക്കിന്ന് എസ്തെറ്റിക് വാൾ പോസ്റ്റേഴ്സിൻ്റെ തന്നെ പാർട്ട് 3 ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇത് 4 ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ആസ് യൂഷ്വൽ പോലെ വേറൊരു കളറിൻ്റെ ഗ്രിഡാണ് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ 4 ഇത് ചെയ്ത് എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതൊന്ന് കയറി കണ്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതുപോലെ ഗ്രിഡ് വരച്ചു കൊടുക്കുകയാണ്. കുറച്ച് വീതിയുള്ള ഇതിലാണ് വരയ്ക്കുന്നത്, ഫ്രീ ഹാൻഡ് ആയിട്ടാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു കാണുന്ന ഒരു ഗ്രീൻ പോലത്തെ കളറിലും ഞാൻ ഓൾറെഡി ഇതിന് മുന്നേ വരച്ചിട്ടുണ്ട്. ഇത് പിൻട്രസ്റ്റിലൊക്കെ നമ്മൾ കാണുന്ന പോലെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ ഡാർക്കായിട്ട് എഴുതാനാണ് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ നമുക്കിത് വെറുതെ ചുമരിൽ ഒട്ടിക്കാനും നിങ്ങൾക്ക് വേണമെങ്കിൽ പറ്റും, അല്ലെങ്കിൽ ഇതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എഴുതുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്തത് ഞാൻ ഈ ഒരു ഗ്രീൻ കളറിൽ ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെ ചെറിയ ചെറിയ സ്പോട്ടായിട്ട് വരയ്ക്കാനാണ്. പക്ഷെ അത് വരച്ച് വന്നപ്പോൾ ശരിയായില്ല. അപ്പോൾ ഞാനത് മുഴുവനായിട്ട് അങ്ങ് ഫുൾ ഒരു കളറായിട്ടേ കൊടുത്തു. എസ്തെറ്റിക്കായിട്ട് പേസ്റ്റൽ കളറാണല്ലോ, അപ്പോൾ അത് മുഴുവനായിട്ട് ഷെയ്ഡ് ചെയ്ത് കൊടുത്തു. ഫുള്ളായിട്ട് പെയിൻറ്റ് ചെയ്തു, പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല. അടുത്തത് ഞാൻ ആ ക്രീം കളർ വെച്ചൊന്ന് എഴുതി ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. അതുകൊണ്ടാണ് ആ കളർ എടുത്തത്. പക്ഷെ അത് വീഡിയോയിൽ കാണുന്നില്ല, ക്യാമറയിൽ കാണുന്നില്ല. പക്ഷെ അത് നല്ല അത്യാവശ്യം ഭംഗിയായിട്ടുണ്ടാവും കേട്ടോ എഴുതി കഴിഞ്ഞാൽ. അപ്പോൾ ബി യുവർ സെൽഫ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അടുത്തൊരു പേജിൽ ഞാൻ വിചാരിച്ചെന്നാൽ ലവ് യുവർ സെൽഫ് എന്ന് എഴുതാമെന്ന്. അപ്പോൾ ഇത് ഈ കളറിലാണ് എഴുതിയത്. ഇത് ആദ്യം റഫായിട്ട് എഴുതിയിട്ട് സ്ഥലം അഡ്ജസ്റ്റ് ചെയ്ത് എഴുതിയിട്ട് പിന്നെ നമുക്ക് ബ്രഷ് കൊണ്ട് അതൊന്നിങ്ങനെ ഡാർക്ക് ചെയ്താൽ മതി കേട്ടോ. നല്ല ഭംഗിയായിട്ടൊന്നുമല്ല, അത് പിൻട്രസ്റ്റിലൊക്കെ കണ്ടാൽ അറിയാമല്ലോ, നമ്മളങ്ങനെ ബ്യൂട്ടിഫുള്ളായിട്ട് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ എഴുതിയെടുത്തിട്ടുണ്ട്. പിന്നെ അപ്പോൾ എന്തോ ഒരു കംപ്ലീറ്റ് ഇല്ലാത്ത പോലെ തോന്നിയോണ്ടാണ് ഞാൻ അതിൻ്റെ ബാക്കി ചെറിയ ഡോട്ട്സ് വെച്ച് കൊടുക്കുന്നത്. പ്രത്യേകിച്ച് ഇംപ്രഷനൊന്നുമില്ല, പ്രത്യേകിച്ച് സിമ്പിളും ഒന്നുമില്ല, വെറുതെ ഇങ്ങനെ ജസ്റ്റ് ഡോട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു നല്ല ഭംഗിയുണ്ടാകും, പിങ്ക് അതിൻ്റെ കോമ്പിനേഷനാണല്ലോ. അപ്പോൾ അങ്ങനെ എനിക്ക് തോന്നി ക്രീമിലും കൂടെ ചെയ്ത് കൊടുക്കാമെന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വയലറ്റാണ് അതിന് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വയലറ്റ് മാത്രമായിരിക്കും വീഡിയോയിൽ കാണാൻ പറ്റുന്നത്, കാരണം ക്രീം കുറച്ച് ഡള്ളാണ്. അപ്പോൾ ഇതുപോലെ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം 4 ചെയ്തത്. ഇനി അതിൽ കുറച്ചും കൂടി ഡെക്കറേറ്റ് ചെയ്യാനുണ്ട്. ഫെയറി ലൈറ്റ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഇട്ടിട്ട് എങ്ങനെയുണ്ടെന്ന് ഞാൻ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ എന്തായാലും ഇടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ആരും കാണാൻ മറക്കരുതേ. അപ്പോൾ ചാനലൊന്ന് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. Thank you for watching.